ഘട്ട ഉദ്ഘാടനം നടക്കാൻ 178 വീടുകൾ കൈമാറ്റം ചെയ്യുന്ന ഈ ഘട്ടത്തിൽ നമുക്ക് അത്തരത്തിലൊരു സംശയമില്ല എന്ന് മാത്രമല്ല, ഇത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ, ഒരുപക്ഷെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്തരത്തിൽ ഒരു ദുരന്തമുണ്ടായ സ്ഥലത്ത് ഒരു ഗ്രാമത്തിന് തുല്യമായ ഒരു ടൗൺഷിപ്പ് പുനർനിർമ്മിച്ചുകൊണ്ട് ആളുകളെ മുഴുവനായി തന്നെ അവരുടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് അവരെ ചേർത്ത് പിടിക്കുന്ന മറ്റൊരു മാതൃക ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ ഒരു ചരിത്ര സംഭവം തന്നെയാണ് ഇന്ന് 178 വീടുകൾ നൽകിക്കൊണ്ട് ടൗൺഷിപ്പിൻ്റെ ആദ്യഘട്ട ഉദ്ഘാടനം മുഖ്യമന്ത്രി നടത്താൻ പോകുന്നത്. എന്തായാലും നമുക്കറിയാം, ഒരുപാട് സന്തോഷത്തോടെ, ഒരുപാട് ചാരിതാർത്ഥ്യത്തോടെ, പുഞ്ചിരിയോടെ തന്നെയാണ് മുഖ്യമന്ത്രി ഈ വേദിയിൽ ഇപ്പോൾ നിൽക്കുന്നത്. കാരണം അദ്ദേഹത്തിന് അറിയാം, ഈ വേദിയിൽ അത്രമാത്രം കാത്തിരുന്ന ആളുകൾക്ക് കാത്തിരുന്ന അവരുടെ ജീവിതത്തിലേക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന ഒരു ചുവടാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് ചാരിതാർത്ഥ്യത്തോടെ തന്നെയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും, മന്ത്രി കെ രാജനെയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മന്ത്രിയും റവന്യൂ വകുപ്പിൻ്റെ ഭാഗമായി ഈ ടൗൺഷിപ്പിൻ്റെ നിർമ്മാണം ഉണ്ടായത് മുതൽ നേരിട്ട് തന്നെ അത് കൈകാര്യം ചെയ്യുന്നത് റവന്യൂ വകുപ്പിൻ്റെ ഭാഗമായി മന്ത്രി കെ രാജനായിരുന്നു. അദ്ദേഹം നിരന്തരം അവിടെ സന്ദർശിക്കുന്നതും ആ പ്രവൃത്തികൾ വിലയിരുത്തുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും ഉദ്യോഗസ്ഥർക്ക്, മന്ത്രിമാർക്ക്, മുഖ്യമന്ത്രിക്ക്, അവിടെയുള്ള സന്നദ്ധ പ്രവർത്തകർക്ക്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്ക്, യുവജന സംഘടനകൾക്ക് എല്ലാവർക്കും സന്തോഷിക്കാനുള്ള അവസരമാണ്. കേരളത്തിൻ്റെ ജനതയ്ക്കാകെ ഈ സഹായം നൽകിയവർക്ക്, ഒപ്പം നിന്നവർക്ക്, മനസ്സ് നൽകിയവർക്ക് എല്ലാവർക്കും സന്തോഷിക്കാൻ ഇട നൽകുന്ന ഒരു നിമിഷമാണ് നമ്മൾ കടന്നു പോകുന്നത്. കാരണം സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ദുരന്തമുണ്ടായി എല്ലാം നഷ്ടപ്പെട്ട ജനതയെ നമ്മൾ വീണ്ടെടുക്കുകയാണ്. ആ ജനതയ്ക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് അവരെ വീണ്ടും ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുകയാണ്. എന്തായാലും വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർക്ക് ആ പിന്തുണ നൽകുന്ന ആ ദൃശ്യങ്ങൾ തന്നെയാണ്. ഒരുപക്ഷെ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആളുകൾ അവരെല്ലാം അവിടെ ദുരന്തബാധിതരായ ആളുകളല്ല. കാരണം അവർക്ക് പിന്തുണ നൽകുക, ആ സ്നേഹത്തിനൊപ്പം കൂടെ നിൽക്കുക എന്ന ഉദ്ദേശത്തിൽ തന്നെ ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പിന്തുണയുമായി എത്തിയ ആളുകളെയും നമുക്ക് കാണാം. അത്രമാത്രം ആളുകളാണ് ആ വേദിയിലേക്ക് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കാരണം അത്രമാത്രം ആളുകളെയാണ് ആ സദസ്സിലേക്ക് നമ്മൾ കാണുന്നത്. ബെൻസൺ ചേരുകയാണ്. ബെൻസൺ, നമുക്ക് ഇപ്പോൾ ചില ആളുകൾ പ്രതികരിക്കുമ്പോൾ വളരെ വൈകാരികമായി പ്രതികരിക്കുന്നത് കാണാം. കാരണം അല്പസമയം മുമ്പ് ബെൻസൺ സംസാരിച്ചപ്പോഴൊക്കെ അവിടെയുള്ള ആളുകളുടെ സ്നേഹം, ഒരുപക്ഷെ അവർ നമ്മളൊന്നും ഈ തരത്തിൽ ഒരു വർഷത്തിന് ശേഷം ഈ തരത്തിലൊരു ടൗൺഷിപ്പ് ഉണ്ടാകുമോ എന്ന് തുടക്കത്തിൽ ഇത് ഒരു പ്രഖ്യാപനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഏത് രീതിയിലാണ് ഇനി ഒരു ദുരന്തം ഉണ്ടായാൽ ഈ ആളുകളെയൊക്കെ നമ്മൾ പുനരധിവസിപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ നമുക്ക് വയനാട് ഒരു മാതൃകയായി കാണിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് അത് മാറിയിരിക്കുന്നു. ഒരുപാട് ആളുകൾ സന്തോഷം പങ്കുവയ്ക്കുക. അതെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി ഇവിടെ വയനാട് MP കൂടിയാണ്. അവർ ഇവിടെ സന്ദർശനം നടത്തിയതിനു ശേഷം, ഈ ടൗൺഷിപ്പിൽ സന്ദർശനം നടത്തിയതിനു ശേഷം അവർ നടത്തിയ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. അതിൽ പറയുന്നു, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പലതരത്തിലുള്ള ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടായിട്ടുണ്ട്, അവിടെയെല്ലാം ഇത്തരത്തിൽ അവർ സന്ദർശനം നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്ര വേഗത്തിൽ ഒരു നാടൊന്നാകെ ചേർന്ന് നിന്നുകൊണ്ട് ഒരു പുനരുജ്ജീവനം, ഈ ആളുകളെ അവർക്ക് ആവശ്യമായതെല്ലാം ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ അവരെ വീണ്ടും കൈപിടിച്ചുയർത്തുന്ന ഒരു കാഴ്ച അതാദ്യമായിട്ടാണ് എന്നതായിരുന്നു അവർ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ രാവിലെ രാജൻ മിനിസ്റ്ററുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണവും ആ നിലയ്ക്ക് തന്നെയായിരുന്നു. അതായത് ഈ വലിയ ഒരു അപകടം, ഒരൊറ്റ രാത്രി കൊണ്ട് സർവ്വതും, ഒരു വലിയ കൂട്ടം ജനതയ്ക്ക് സർവ്വതും നഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ പകച്ചു നിൽക്കാതെ എങ്ങനെ മുൻപോട്ട് പോകണം, എന്ത് ചെയ്യണം എന്നതിനെ പറ്റി ആദ്യഘട്ടത്തിൽ ഒരു പ്രാഥമിക ചിന്ത വന്നപ്പോൾ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൃത്യമായും നിർദ്ദേശം നൽകിയിരുന്നു. ഏറ്റവും ആദ്യം രക്ഷാപ്രവർത്തനം, അതിനുശേഷം കൃത്യമായിട്ടുള്ള രീതിയിൽ പുനരധിവാസം ഇവർക്ക് ഉറപ്പാക്കേണ്ടതുണ്ട്, അതിനാവശ്യമായിട്ടുള്ള നടപടികൾ ഇന്ന രീതിയിൽ ചെയ്യേണ്ടതുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി നേരിട്ട് മന്ത്രിമാരുമായി അതോടൊപ്പം തന്നെ മറ്റുദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി അതിന്റെ ഒരു അവസാന ഘട്ട അല്ലെങ്കിൽ അവസാന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ 178 വീടുകളാണ് പണി പൂർത്തിയാക്കി താക്കോൽ കൈമാറാനായി തയ്യാറായി നിൽക്കുന്നത്. അല്പം വൈകാതെ തന്നെ മാസങ്ങൾക്കുള്ളിൽ തന്നെ ബാക്കി പൂർണ്ണമായും വീടുകളുടെ പണി പൂർത്തിയാക്കി ആ വീടുകൾ പൂർണ്ണമായും കൈമാറ്റം ചെയ്യാവുന്ന തരത്തിലേക്ക് എത്തും. അത് മാത്രമല്ല, നമ്മൾ ഏറ്റവും ചിന്തിക്കേണ്ട കാര്യം, പലരും പലയിടങ്ങളിലും, പല സൈബർ ഇടങ്ങളിലും എല്ലാം തന്നെ പല വിമർശനമായി ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു, വീടുണ്ടാക്കാൻ എന്തിനാണ് ഇത്രയും കാലതാമസം എടുക്കുന്നതെന്നല്ല. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വെറും ഒരു വീടല്ലല്ലോ, ഒരു ഗ്രാമത്തെ, ഒരു നാടിനെ ഒന്നാകെ പുനർസൃഷ്ടിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഒരു ടൗൺഷിപ്പാണ്. ഇവിടെ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം ഉണ്ടാകും. അവർക്ക് ആവശ്യമായിട്ടുള്ള
സ്കൂളുകൾ, അതോടൊപ്പം തന്നെ ആതുരാലയങ്ങൾ, അവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുള്ള ആശുപത്രികൾ എന്നിങ്ങനെ സർവ്വതും ഇവിടെ അവർക്കായി, അതായത് ആ മുണ്ടക്കൈ ചൂരൽമല പ്രദേശം എങ്ങനെയായിരുന്നോ അതിനെ ആ രീതിയിൽ തന്നെ ഇവിടേക്ക് പുനർസൃഷ്ടിക്കാൻ സാധിക്കുമോ എന്ന ഒരു ചർച്ചയായിരുന്നു ആദ്യഘട്ടത്തിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് സമാനമായിട്ടുള്ള രീതിയിൽ തന്നെ ഒരു ഗ്രാമത്തെ ഒന്നാകെ തന്നെ പുനർസൃഷ്ടിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതിനാണ് നാം എല്ലാവരും സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, നിരവധി ആളുകൾ, അതായത് പ്രതീക്ഷിച്ചതിലും അധികം ആളുകൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ ടൗൺഷിപ്പ് കാണാൻ, ഈ ഉദ്ഘാടന ദിവസം, താക്കോൽ കൈമാറ്റ ദിവസം ഇവിടേക്ക് എത്തിച്ചേരണമെങ്കിൽ അത് കേരളത്തിലെ ജനതയെ സംബന്ധിച്ചിടത്തോളം എത്ര വൈകാരികമാണ് എന്നതിന്റെ സംസ്ഥാനത്തിന്റെ വിവിധ എന്ന് പറയുമ്പോൾ രാവിലെ ഞങ്ങൾ ഏറ്റവും ആദ്യം ഒരു 6 മണി 6:30 കൂടി തന്നെ ഈ ടൗൺഷിപ്പിന് ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ഒരു ചേട്ടനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം എറണാകുളത്ത് നിന്നും ഈ ടൗൺഷിപ്പ് കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. അദ്ദേഹം പറഞ്ഞു സ്വർഗം കാണാൻ വന്നതാണ് എന്നതാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് ഇപ്പോൾ സ്വർഗമായി തോന്നുന്നത് ഇവിടം, ഈ പ്രദേശമാണ്, ഈ ടൗൺഷിപ്പാണ് എന്നതാണ് പറഞ്ഞത്. അപ്പോൾ അത്രത്തോളം വൈകാരികമായി ആളുകളുടെ മനസ്സിൽ പതിഞ്ഞ ഒന്ന് തന്നെയായിരുന്നു മുണ്ടക്കൈ ചൂരൽമല ദുരന്തം എന്ന് പറയുന്നത്. പക്ഷേ അതിനെ ഏത് നിലയിൽ കൈകാര്യം ചെയ്തു ചേർത്ത് നിർത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ 178 വീടുകൾ ഇന്ന് പൂർണ്ണമായും തന്നെ പണി പൂർത്തിയാക്കി ആളുകൾക്ക് കൈമാറുന്നു. അതിനുശേഷം ടൗൺഷിപ്പിന്റെ പണി വളരെ വേഗത്തിൽ പൂർത്തിയാക്കി. അതും അത്രത്തോളം മാതൃകാപരമായിട്ടുള്ള രീതിയിലാണ് ഈ ടൗൺഷിപ്പ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ഭാവിയിൽ ഈ വീടുകൾ മുകളിലേക്ക് ഉയർത്താൻ ആവശ്യമായിട്ടുള്ള ആ രീതിയിൽ അത്തരത്തിൽ പ്ലാനുകൾ ഉണ്ടെങ്കിൽ നമുക്കൊരു മുൻ മാതൃക ഇത്തരത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ അതുകൊണ്ടാണ് തുടക്കത്തിൽ അത് ഏത് രീതിയിൽ പൂർത്തീകരിക്കും എന്ന സംശയമൊക്കെ നമുക്ക് തോന്നുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം ഏത് രീതിയിലായിരിക്കും ഇനി ഈ വയനാട് ടൗൺഷിപ്പിന്റെ പൂർത്തീകരണം ഉണ്ടാകുമ്പോൾ നമുക്ക് ആ കാഴ്ച ഒരുപക്ഷെ നമുക്ക് സ്വപ്നം കാണാൻ സാധിക്കും. ഇന്നത്തെ ഈ ചടങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ ഇന്ന് സ്വപ്നഭവനത്തിലേക്ക് പ്രവേശിക്കുന്ന ഓരോ കുടുംബാംഗങ്ങളുമാണ്. പ്രിയ കുടുംബാംഗങ്ങളെ, പ്രസാദ് ഉടുമ്പശ്ശേരി കൂടി ചേരുകയാണ്. പ്രസാദ്, ഞാനിപ്പോൾ ചോദിച്ചതുപോലെ, അതായത് തുടക്കത്തിൽ നമുക്കൊരു മാതൃക ഉണ്ടായിരുന്നില്ല, എങ്ങനെയാണ് ഒരു ടൗൺഷിപ്പ് പൂർത്തീകരിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ നമുക്കൊരു മുൻമാതൃക ആ രീതിയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ 178 വീടുകൾ പൂർത്തീകരിച്ച് ആദ്യഘട്ടം പൂർത്തീകരിക്കുമ്പോൾ നമുക്കറിയാം ഇത് അവസാനിക്കുമ്പോൾ, ഇനി ഈ പൂർത്തീകരണം പൂർത്തിയാകുമ്പോൾ ഏത് രീതിയിലായിരിക്കും ഇനി ഒരു ടൗൺഷിപ്പ് ഉണ്ടാവുക എന്ന് നമ്മളിപ്പോൾ സ്വപ്നം കാണുകയാണ്. തീർച്ചയായും, കാരണം വലിയ പ്രതീക്ഷ ഇവിടെ വരുന്ന മുഴുവൻ ആളുകൾക്കും ഈ പദ്ധതിയെ കുറിച്ച് ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം രാവിലെ മന്ത്രി കെ രാജൻ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇതിന്റെ ആദ്യഘട്ടമാണ്. ഈ പദ്ധതി പൂർത്തിയാകുമ്പോൾ തന്നെ ഒരു ഗ്രാമത്തെ, നമുക്കറിയാം മുണ്ടക്കൈ ചൂരൽമല എന്നൊരു പ്രദേശം പൂർണ്ണമായും ഒലിച്ചുപോയ ഒരു പ്രദേശത്തെ മറ്റൊരു സ്ഥലത്തേക്ക് അവിടുത്തെ ആളുകളെ നമ്മൾ ഇങ്ങോട്ട് പറിച്ചു നടുകയാണ്. അപ്പോൾ കൽപ്പറ്റ നഗരത്തിന് സമീപം ഇവിടത്തിന്റെ തൊട്ടടുത്താണ് ജനറൽ ആശുപത്രി, തൊട്ടടുത്താണ് സിവിൽ സ്റ്റേഷൻ, മറ്റെല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്താണ്. 2 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു മനുഷ്യന് എല്ലാ സൗകര്യങ്ങളും കിട്ടുന്ന ഒരു പ്രദേശത്തേക്ക് അവിടുത്തെ ആളുകൾക്ക് എല്ലാ സൗകര്യവും നൽകിക്കൊണ്ട് തന്നെയാണ് സർക്കാർ ഇത് പുനർനിർമ്മിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ഓരോ വീടും ആ രീതിയിൽ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇനിയൊരു ഏതെങ്കിലും തരത്തിലൊരു പ്രകൃതി ദുരന്തം ഉണ്ടായാൽ അതിനെ നേരിടാൻ കഴിയുന്ന തരത്തിലേക്ക് ആ വീടിന്റെ നിർമ്മാണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൂടി ഒരു സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു. ഇപ്പോൾ 178 വീടുകൾ ആദ്യഘട്ടത്തിൽ പൂർത്തിയാകുന്നു. ഒരുപക്ഷെ ഇത്ര വേഗത്തിൽ ഈ പദ്ധതി പൂർത്തിയാക്കിയത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാനുള്ള വകയുണ്ട്. നമുക്കറിയാം 2024 ജൂലൈ 30-നാണ് നമ്മുടെ രാജ്യത്തെ തന്നെ നടുക്കിയിട്ടുള്ള ഈ ദുരന്തം നടന്നിട്ടുള്ളത്. 298 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. 32 പേരെ കാണാതായിട്ടുണ്ട്. അപ്പോൾ അത്രയും ദുരന്തം നടന്നു. 59 വീടുകൾ പൂർണ്ണമായും ഇല്ലാതായി. അതായത് അവിടെ ഒരു വീട് ഉണ്ട് എന്നതിന്റെ ഒരു തെളിവ് പോലും ഇല്ലാത്ത രീതിയിൽ 59 വീടുകൾ പൂർണ്ണമായും ഇല്ലായി. അപ്പൊ അത്രയും വലിയൊരു ദുരന്തം നടന്ന, അത്രയും മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളെ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള, അവർക്ക് തൃപ്തി നൽകുന്ന തരത്തിലേക്ക് അതിന്റെ വീടിന്റെ ഭവന നിർമ്മാണം, അതിന്റെ മറ്റ് സൗകര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. 2024 ജൂലൈ 30-നാണ് ഇത് നടന്നതെങ്കിൽ ഒക്ടോബർ തന്നെ സർക്കാർ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു. പക്ഷേ പിന്നീട് എസ്റ്റേറ്റ് ഉടമകൾ ഹൈക്കോടതിയെയും സുപ്രീം കോടതിയും എല്ലാം സമീപിച്ചതിന്